നമുക്കൊരിക്കലും ഇതിനെ നിർത്താൻ പറ്റില്ല. കാരണം നിർത്തണമെന്നുണ്ടെങ്കിൽ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നവരല്ലല്ലോ പിടിക്കേണ്ടത്, ഡ്രഗ്സ് സെല്ല് ചെയ്യുന്നവരെ വേണം പിടിച്ച് നിർത്താനായിട്ട്. ഇത് സെല്ല് ചെയ്യാൻ ഉള്ള ആളുകളെ സംരക്ഷിച്ച് ഉപയോഗിക്കുന്ന ആൾക്കാരെ പിടിക്കുന്നത് വളരെ എന്താ പറയുക, ഇപ്പോൾ കള്ളു പിടിച്ച് വണ്ടി ഓടിക്കുന്നതിനെ പിടിച്ച പോലെയാണ്. ഇത് കള്ളു പിടിക്കാനായിട്ട് കള്ള് വിൽക്കാൻ പാടില്ല. അപ്പം ഇത് വിൽപ്പന ചെയ്യുന്ന ആളുകളെ പിടിക്കാതെ ഇത് ഉപയോഗിക്കുന്ന ആൾക്കാരെ പിടിച്ച് ഘോഷിക്കുക എന്ന് പറയുന്നത് വേണമെങ്കിൽ അങ്ങനെ വേണം പറയാം. അതാണ് ഇപ്പോൾ വേടൻ എന്നുള്ള ഒരാൾ ജയിലിൽ ഫോർ എക്സാമ്പിൾ അതെ. അപ്പം ഇത് വിൽപ്പന നിരോധിച്ചു കഴിഞ്ഞാൽ ഇത് ഉപയോഗിക്കുന്ന ആൾക്കാർ കുറയില്ലേ? ഇല്ല. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഉപയോഗിക്കുന്നവർ അവരോടെന്താ പറയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. അമേരിക്ക പോലെ ആവുമോ നമ്മുടെ ഇന്ത്യ? അതായത് ഡ്രഗ്സ് അനുവദനീയമായ ഒരു ഇതിലേക്ക് കാര്യങ്ങൾ അനുവദനീയമായ രീതിയിൽ അതിന് ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അയൽ രാജ്യമായിട്ടുള്ള തായ്ലൻഡുകൾ, നമ്മളെല്ലാവരും പോകുന്ന തായ്ലൻഡിലൊക്കെ ഇതിപ്പം പരിമിതമായ രീതിയിൽ അലൗഡാക്കി കൊടുക്കും. പല രാജ്യങ്ങളിലും ഇത് അലൗഡാണ്. തായ്ലൻഡിൽ ആംസ്റ്റർഡാമിൽ ആൾക്കാർ അതിൻ്റെ കാരണം അവർ പറയുന്നത് ഇവിടെ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ഇത് നിയമപരമാക്കി എന്താ കുഴപ്പമെന്നാണ് എനിക്കറിയില്ല അതിനെപ്പറ്റി. അത് അമേരിക്കയിൽ അങ്ങനെയാണ് പറഞ്ഞത്. ഇപ്പോൾ ചേട്ടൻ വാരണാസി പോയിട്ട് അവിടെ എല്ലാ സ്വാമിമാരുടെ അരയിൽ എപ്പോഴും ഉണ്ടാവും. അത് പക്ഷെ നിരോധിത മേഖലയൊന്നുമല്ലല്ലോ. നിരോധിത മേഖലയാണോ അവിടെ വാരണാസി? ഇന്ത്യയിൽ ഒരിക്കലും അല്ല. പക്ഷെ അവർ ചോദിക്കുന്നത് അവിടെ ചെക്കിങ്ങും അങ്ങനെ ഒന്നും നടക്കുന്നില്ല. നമ്മുടെ ഇവിടെക്കാരും കൂടുതൽ കഞ്ചാവും അവിടെ യൂസ് നടക്കുന്നുണ്ട്. ഞാൻ കഞ്ചാവ് ഉപയോഗിക്കാറുണ്ട്. വല്ലപ്പോഴും അടിക്കുക, വേറെ പരിപാടി ഒന്നുമില്ല.